ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഈഗളിലേക്ക് സ്വാഗതം. നിങ്ങളെ ഓണം എക്സാമിങ് എത്തിയില്ലേ? നെക്സ്റ്റ് വീക്കിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത്. സോഷ്യലിന്റെ പേപ്പറൊക്കെ ആദ്യം തന്നെയാണ്. നിങ്ങൾ SS1 നാലാമത്തെ ചാപ്റ്ററിലെ 4 കിടിലൻ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവുകയാണ് നമ്മൾ. എല്ലാവരും ശ്രദ്ധിച്ച് ആദ്യാവസാനം വരെ ഈ വീഡിയോ ഇരുന്ന് കാണുക. ഓക്കെ, കിടിലൻ പാഠം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, നമ്മളെ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിയമങ്ങളുടെയും അല്ലെങ്കിൽ നയങ്ങളുടെയും നടപ്പിലാക്കലാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നയങ്ങളും നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക. ഭരണനിർവഹണ വിഭാഗം എന്നീ ചുമതലകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാണ് കേട്ടോ, എക്സിക്യൂട്ടീവുകൾ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഈ ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലിയും പാസ്സാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യം നല്ല വൃത്തിക്ക് പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ വരിക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം. നമ്മളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാര്, മറ്റു മന്ത്രിമാര്, എല്ലാ ഉദ്യോഗസ്ഥന്മാര്, ഇത്രയും കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിലുള്ളത്. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നമ്മൾ ബ്യൂറോക്രസി എന്നൊക്കെ പറയും. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരൊക്കെ വരും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളുടെ കാര്യനിർവഹണ വിഭാഗത്തെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, 2 ടൈപ്പായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയും, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതേപോലെ സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. നമ്മൾ എക്സിക്യൂട്ടീവ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്ഥിരം എക്സിക്യൂട്ടീവ്, രണ്ടാമത്തതാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ല പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഓക്കെ, ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് വരുന്നതാണ് ഈ ഇലക്ഷനിലൂടെ വരുന്ന എല്ലാ ആളുകളും ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. ഉദാഹരണമായിട്ട് നമ്മളെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാര്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇവരൊക്കെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആണ്. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിലാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത്. അതിന് ഉദാഹരണമാണ് ജില്ലാ കളക്ടർമാര്, പോലീസ് കമ്മീഷണർമാര്, അല്ലെ എല്ലാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാര്. എല്ലാ ഗവൺമെന്റ് പരീക്ഷകൾ എഴുതി വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വരിക. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോണേ. പിന്നെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് നമ്മളെ പ്രസിഡന്റ് എന്നും റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി നമ്മുടെ പ്രസിഡന്റിന് ഒരുപാട് പവറുകളുണ്ട്. പക്ഷെ പ്രസിഡന്റിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഇൻ റിയൽ സെൻസിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയിൽ ഭയങ്കര പവർഫുൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എക്സിക്യൂട്ടീവിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ളത് അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള മിനിമം പ്രായം 35 വയസ്സാണ്. 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. പ്രസിഡന്റിനെ എലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നുള്ള കാര്യം അറിയാം. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സെലക്ട് ചെയ്യപ്പെട്ട, അതായത് എലക്റ്റഡ് ആയിട്ട് വന്ന MP-മാരും നമ്മളെ സ്റ്റേറ്റ് അസംബ്ലിയിലെ MLA-മാരും ചേർന്നിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ, രാഷ്ട്രപതിയുടെ മിനിമം പ്രായം 35 വയസ്സായിരിക്കണം. 5 വർഷമാണ് കാലാവധി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏരിയ എന്ന് പഠിക്കേണ്ടത് രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. ലോക്സഭ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സമൺ ദ പാർലമെന്റ്, ഡിസോൾവ് ദ ലോക്സഭ. ലോക്സഭ പിരിച്ചുവിടുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ്. പിന്നെ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതേപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാര്, ഇവരൊക്കെ ഗവർണർമാര്, ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പം ഗവർണർമാര്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാര്, ഹൈക്കോടതിയിലെ ജഡ്ജിമാര്, പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്രമന്ത്രിമാര്, ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ആ കാര്യം പഠിച്ചു വെക്കുക. പിന്നെ പ്രസിഡന്റ് ആണ് നമ്മുടെ സർവ്വ സൈന്യാധിപൻ. ആർമി, നേവി, എയർഫോഴ്സ്, ഇതിന്റെ 3ന്റെയും കൂടെ സർവ്വ സൈന്യാധിപനായിട്ട് വർക്ക് ചെയ്യുന്നതും ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ അടുത്താണ് രാജിക്കത്ത് കൊടുക്കുക എന്നുള്ള കാര്യം കൂടെ പഠിക്കുക.
പഠിക്കുക. പക്ഷെ അതിന് പ്രസിഡന്റിന്റെ ചുമതലയിൽ നിങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 5 പോയിന്റ് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി പ്രസിഡന്റ് ഇല്ലെങ്കിൽ പ്രസിഡന്റിന് പകരമായിട്ട് ജോലി ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെയാണ് ചാർജ് ഏൽപ്പിക്കുക. ഓക്കെ. അത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണേ. ഓക്കെ. പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും എഴുതാണ്ടിരിക്കരുത്. കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. പാർലമെന്റിൽ യോഗം വിളിച്ചു ചേർക്കുക എന്നുള്ളത് ഒന്ന്, പാർലമെന്റ് പിരിച്ചുവിടുക, പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാര്, അതേപോലെ ഗവർണർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിലെ ജഡ്ജിമാര്, ഇവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. പിന്നെ സർവ്വ സൈന്യാധിപനും കൂടിയാണ് അല്ലെ, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ കൂടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് കേട്ടോ. പ്രധാനമന്ത്രിയുടെ ചുമതലകളൊക്കെ ചോദിക്കും. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് ലീഡർ ആണ് പ്രധാനമന്ത്രിയായിട്ട് വരിക. ഇപ്പൊ നരേന്ദ്രമോദിയാണ് നമ്മളെ പ്രധാനമന്ത്രി അല്ലെ. നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടേം ആണിത്. 2-3 മാസം മുന്നെയാണ് ഇവിടെ ലോക്സഭ ഇലക്ഷൻ നടന്ന റിസൾട്ട് വന്നത്. സോ മോഡിയുടെ പാർട്ടി ആയിട്ടുള്ള BJPക്കും അവരുടെ അലയൻസ് ആയിട്ടുള്ള NDAക്കും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി 3ാമതായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രി ക്യാബിനറ്റിന്റെ ഹെഡും കൂടിയാണ് കേട്ടോ. ഈ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഭരണം മൊത്തം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ബിക്കോസ് നമ്മൾ പാർലമെന്ററി ഡെമോക്രസിയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പം പ്രസിഡന്റിനെക്കാട്ടും ഇൻ റിയൽ സെൻസിൽ പവർ ഉള്ളത് പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ മന്ത്രിസഭയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം വേണ്ട എന്നുള്ള കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാം. അതൊക്കെ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്യും. ഓക്കെ. ആ കാര്യം പഠിച്ചു വെക്കുക. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ്. നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തലവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന്റെ തലവനാണ് നമ്മൾ ആരാ, അതായത് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓക്കെ. ആ കാര്യം പഠിച്ചു വെക്കണേ, ഒരു ഡൗട്ടും പാടില്ല. പിന്നെ ലോക്സഭയിൽ എപ്പോഴാണോ പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷം നഷ്ടമാവുന്നത് അപ്പൊ അദ്ദേഹം രാജിവെച്ച് ഒഴിയണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വരും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണേ. ക്യാബിനറ്റിന്റെ തലവനാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ പ്രസിഡന്റിന്റെയും പാർലമെന്റിന്റെ ഇടയിലുള്ള ലിങ്ക് ആയിട്ട് പ്രൈം മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ക്യാബിനറ്റ് ആണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഈ ക്യാബിനറ്റ് തീരുമാനങ്ങളൊക്കെ പ്രസിഡന്റിനെ അറിയിക്കുന്നത് പ്രൈം മിനിസ്റ്ററിലൂടെയാണ്. അതാണ് ദ പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ ക്യാബിനറ്റ്. പിന്നെ മെജോറിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജിവെക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രസിഡന്റിനാണ് രാജിക്കത്ത് കൊടുക്കുക പ്രൈം മിനിസ്റ്റർ കേട്ടോ. അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രാഷ്ട്രപതിയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് നമ്മളെ പ്രധാനമന്ത്രി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മളെ 4ാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. സുപ്രീം കോടതി എവിടെയാണുള്ളത്? 950 വന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ന്യൂഡൽഹിയിലാണ്. എത്ര ജഡ്ജിമാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം ഉത്ഭവാധികാരം. അതായത് സുപ്രീം കോടതിക്ക് മാത്രം നിയമങ്ങൾ ഇറക്കാൻ പറ്റുന്ന മേഖലയാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഇപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സുപ്രീം കോടതി മാത്രമേ അതിൽ ഇടപെടാൻ പാടുള്ളൂ. അങ്ങനെ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുന്നതാണ് ഈ ഉത്ഭവാധികാരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയും. സെർട്ടൈൻ മാറ്റേഴ്സ് വിച്ച് ക്യാൻ ബി റിസോൾവ്ഡ് ഓൺലി ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഉദാഹരണമായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ്. കറക്റ്റ് ഉദാഹരണവും പഠിക്കണേ. ഇനി 2ാമത്തെ പോയിന്റ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി സുപ്രീം കോടതി അല്ലെ. കീഴ്ക്കോടതികളിൽ നിന്നുള്ള എല്ലാ അപ്പീലും ലാസ്റ്റ് പോകുന്നത് എങ്ങോട്ടാ? സുപ്രീം കോടതിയിലേക്കാണ്. ആ കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയും നമ്മൾ അതിന് ഇംഗ്ലീഷിൽ. ഇനി 3ാമത്തെ കാര്യം എന്താ നമ്മൾ പറയുന്നത്? ഉപദേശ അധികാരം. ഉപദേശക അധികാരത്തിൽ നമ്മൾ പറയുന്നത് എന്താ? രാഷ്ട്രപതി എന്തെങ്കിലും നിയമവശങ്ങൾ സംശയമായിട്ട് സുപ്രീം കോടതിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് അത് പറഞ്ഞു കൊടുക്കണം, അത് ക്ലിയർ ആക്കി കൊടുക്കണം. ഇങ്ങനെ പറയുന്നതാണ് ഉപദേശക അധികാരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെന്താ? അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ 3 നമ്മളിപ്പോൾ പഠിച്ചു. ഇനി 2 കൂടെ വരാനുണ്ട്. ഇത് റിട്ട് അധികാരം. അതിന് ഇംഗ്ലീഷ് റിട്ട് ജുറിസ്ഡിക്ഷൻ എന്ന് പറയും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വയലേഷൻ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഈ റിട്ട് അധികാരങ്ങൾ പ്രയോഗിക്കും. ഉദാഹരണമായിട്ട് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് പോലുള്ള റിട്ടുകളൊക്കെ പുറപ്പെടുവിപ്പിക്കും. ഇനി 5ാമത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പൊ സർക്കാരുകളോ പാർലമെന്റോ എന്തെങ്കിലും തെറ്റായ ഒരു തീരുമാനം ഇറക്കിയെന്ന് വെച്ചോ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിയമം റദ്ദാക്കാനുള്ള അധികാരം ഇവിടെ കോടതികൾക്കുണ്ട്. ഇങ്ങനെ പറയുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ പുനരവലോകന അധികാരം എന്ന് പറയും. അപ്പൊ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഏരിയ ആണ് സുപ്രീം കോടതിയുടെ ഈ അധികാരങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള അടിപൊളി കണ്ടന്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ബൈ.